ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അതായത് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതില്ലേ, അത് വല്ലാത്തൊരു പരിപാടിയാണ്. അതായത് നമ്മൾ വിചാരിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അതിന് നമ്മളൊരു വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണം, യൂട്യൂബ് ചാനൽ സെറ്റ്. പക്ഷെ അതങ്ങനെയല്ല ഗൈസ്, അതിന് ഭയങ്കര ഭയങ്കര പരിപാടി. അപ്പം ഞാൻ തന്നെ ഇതിന് മുമ്പിട്ട് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അങ്ങോട്ട് ചെയ്യണം, യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം, നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം, എന്നാലേ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല ഗൈസ്. ഈ പറഞ്ഞ പോലെ ശരിയാണ്, നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ അതിന് പിന്നിൽ വേറെയും കുറേ കഷ്ടപ്പാടുകളുണ്ട് ഗൈസ്. അതായത് ഫസ്റ്റ് നമുക്ക് ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണമെങ്കിൽ ആദ്യം എന്ത് വേണം? കണ്ടന്റ് വേണം. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടല്ല തുടങ്ങിയത്. ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ വീടിൻ്റെ പരിസരത്തുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊരു വെറുതെ ഒരു വീഡിയോ എടുത്തു, അത് പോസ്റ്റ് ചെയ്തു. ആൻഡ് അപ്പോൾ ഒരു തോട്ട് തോന്നി. പിന്നെ ഞാൻ 1-2 വീഡിയോസ് ഇതുപോലെ ചാർജ് കഴിഞ്ഞു 1-2 വീഡിയോസ് ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ കറങ്ങണതും അങ്ങനെയൊക്കെ 2-3 വീഡിയോസ് ഇട്ടു. ആൻഡ് അതൊന്ന് കുറച്ച് ആൾക്കാർ, ഇപ്പോൾ എത്ര പറയാം, എബോവ് 100 ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി കാരണം എന്ത് ചെയ്തു, ഒരു മിനിറ്റ്, പിന്നെ അങ്ങനെ 1-2 വീഡിയോസ് ഇട്ടു. ആൻഡ് അതിൽ ഒരു വീഡിയോ, അതായത് ഇപ്പോൾ എൻ്റെ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയണേ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പഴയൊരു വീഡിയോയിൽ. കുറച്ച് റൂറൽ ഏരിയ ആയതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിന് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് കുറച്ചും കൂടെ ഒരു 500 പേരൊക്കെ കാണുന്ന രീതിയിൽ കുറച്ച് ഇതായി. അപ്പോൾ നമുക്കൊരു ചെറിയ കോൺഫിഡൻസ് ഒക്കെ വന്നു. അതായത് ഇവിടുത്തെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ ഇങ്ങനൊരു സംഭവത്തിനെ കുറിച്ച് അപ്പോൾ ആ ഒരു വീഡിയോയിൽ പിന്നെ ഈ വീടിൻ്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ നാട്ടിലത്തെ കുറച്ച് മെയിൻ ആൾക്കാരൊക്കെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓൺ വോയിസ് കണ്ടൻറ്റുകൾ ഫസ്റ്റായി ഇടാൻ തുടങ്ങിയത്. ഓക്കെ, അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തത് കുറച്ചും കൂടെ വ്യൂസ്, അതായത് ഈ 1K 2K അങ്ങനെയൊക്കെ വ്യൂസ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നാട്ടിലത്തെ ഉത്സവം, അതായത് തേനൂരാണ് എൻ്റെ നാട്, പാലക്കാട് ജില്ലയിലെ പാർലി തേനൂർ. അപ്പോൾ ഇവിടുത്തെ തേനൂരത്തെ ദേശദേവത, ഞങ്ങളുടെ ദേശത്തെ വേല, തേനൂർ ശ്രീത്താമ്പറ്റ് ഭഗവതി ക്ഷേത്രം ദേശവേല, അതിൻ്റെ വീഡിയോ. ഓക്കെ, അപ്പോൾ വേലയുടെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തി. ഇപ്പോഴും കയറി നോക്കിയാൽ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്ന വീഡിയോസ് ഒരു 3-4 വീഡിയോസിൽ അതാണ് ഏറ്റവും. ഓക്കെ, അപ്പം അങ്ങനെ പിന്നെ ഞാൻ ട്രൈ ചെയ്തു. അതായത് ഓഫ് കോഴ്സ് ഐ എം എ ഡാൻസർ, അതുകൊണ്ട് കുറേ ഡാൻസ് വീഡിയോസും, അതുപോലെ തന്നെ ഞാൻ പാട്ട് പാടുന്ന കുറച്ച് വീഡിയോസ്, പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് തന്നെ അതും കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂവി റിവ്യൂസ്, അത്യാവശ്യം വ്യൂസ് എല്ലാം ഈ 100-ന് മേലെ വ്യൂസ് കിട്ടിക്കൊണ്ടേയിരുന്നു. സോ വലിയ ചാനലൊന്നുമല്ല, കുഞ്ഞു ചാനലാണ് ഇപ്പോഴും. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ ഇവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം ടച്ച് ചെയ്തിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോർട്സാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലും ഒരു പ്രത്യേക കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് മാത്രം വെച്ചിട്ട് അല്ല, ഡിഫറെൻറ്റ് ടൈപ്പ്, ഈ പറഞ്ഞ പോലെ പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആണെങ്കിലും അങ്ങനെ ഫുൾ എല്ലാ തരത്തിലുള്ള ഓൾമോസ്റ്റ് സംഭവങ്ങൾ. നമ്മളാകെ പിടിക്കാത്തത് ഈ എന്താ പറയുക, അൺബോക്സിങ്, അങ്ങനെ ടെക് റിവ്യൂസ്, ആ ഒരു പാറ്റേണില്ല, അല്ലെങ്കിൽ ഈ ഫുഡ് വ്ളോഗ്, ചാലഞ്ച്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കടന്നിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് എനിക്ക് മെയിനായിട്ട് ആകെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, സംസാരിക്കാൻ പറ്റും. ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക, ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമായിരുന്നു. സോ ആ ഒരു സംഭവത്തിലാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഫസ്റ്റ് വീഡിയോ മുതലാണെങ്കിലും ഇപ്പോൾ ഇടുന്ന ഈ ലാസ്റ്റ് വീഡിയോ ആണെങ്കിലും എൻ്റെ ഓൺ വോയിസ് വീഡിയോസ്. പക്ഷേ അതിന് എത്രത്തോളം വ്യൂസ് ഉണ്ടെന്നൊന്നും നോക്കാറില്ല. പക്ഷേ യെസ്, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താറുണ്ട്. സോ അതങ്ങനെ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം അതൊന്നുമല്ല, ഈ കൺസിസ്റ്റൻസി. അതായത് ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ഇതുപോലെ ഓൺ വോയിസിൽ സെയിം കോസ്റ്റ്യൂമിൽ വന്ന് പറഞ്ഞ കാര്യമാണ്,
നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറയോ ബാക്ക്ഗ്രൗണ്ടോ ഓഡിയോ ക്വാളിറ്റിയോ അതൊന്നും വിഷയമല്ല. നമ്മൾ നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, പക്ഷേ ഞാനും അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കൺസിസ്റ്റൻസി. അതായത് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ആ ഒരു അതിന് കണ്ടിന്യൂറ്റി കളയാണ്ട് നമ്മൾ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യണം. പക്ഷേ മടി, അത് ചെയ്തില്ല. കാരണം എഫേർട്ട് എടുക്കാൻ വയ്യ. കാരണം ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോയിലുള്ള മിസ്റ്റേക്കുകളും കാര്യങ്ങളും ആദ്യം ക്ലിയർ ചെയ്യണം. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് വേണം. നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ആ കണ്ടന്റിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഓർഡറിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് പോലും ഓൺ വോയിസിൽ ഒരു സ്ക്രിപ്റ്റും ഇല്ലാണ്ട് ജസ്റ്റ് പറയണമെന്ന് മാത്രം. ആൻഡ് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിനെ ഷൂട്ട് ചെയ്ത് അതിന് എഡിറ്റ് ചെയ്ത് അതിനെ പോസ്റ്റ് ചെയ്യണതൊക്കെ ഭയങ്കര പണിയാണ്. അപ്പം അത് ഒരു തവണ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ ചെയ്യും. പിന്നെ ഇത് നമ്മുടെ പാഷനാണല്ലോ. എൻ്റെയും ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യുക. ബിക്കോസ് ഇന്ന് ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് നാളെ ചെയ്യുന്നുള്ളൊരു സാധനം വേണ്ടേ, അതില്ല. പിന്നെ പല പല തിരക്കുകൾ കാരണം നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും ശരി, ഇപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അതുപോലെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളില്ല എങ്കിലും കറക്കം. മെയിനായിട്ട് എൻ്റെ മമ്മി പറയണ പോലെ ഫുഡ് അടിക്കാൻ പോവുക, ചായ കുടിക്കാൻ പോവുക, ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോവുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള നമ്മുടെ ആ ഒരു സാധനത്തിനെ ഞാൻ അത്രത്തോളം ശ്രദ്ധിക്കാറില്ല. ഒരു വീഡിയോ ഇട്ടിട്ട് അടുത്ത വീഡിയോ ഇത് കൺസിസ്റ്റൻസി കൊണ്ടുവരണമല്ലോ. ഇങ്ങനെയല്ലേ മുട്ടയടിച്ചത്. അപ്പോൾ അത് ഞാൻ ചെയ്യാത്തത് കൊണ്ട് അതെൻ്റെ മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബ് സ്റ്റുഡിയോ, അതായത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കയറി ഇറങ്ങി പോവുക. ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് വാച്ച് അവേഴ്സ് കൂട്ടി കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് അത് വീണ്ടും താഴേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഓക്കെ അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, അടുത്ത വീഡിയോയുടെ നമ്പറിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അടുത്ത അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടൻറ്റും പ്രോപ്പറായിട്ട് വർക്കാവും, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഗൈസ്. അതിലൊപ്പം തന്നെ നിങ്ങൾ അപ്പോൾ ഫൈനലി ഞാനിപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണ്. അതായത് ഇനി ഇവിടെ അങ്ങോട്ട് കുറച്ച് ദിവസത്തിന് എനിക്ക് ഭയങ്കര ടൈം ഫ്രീ ആണ്. അതായത് വീഡിയോസ് എടുക്കാനും പോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും. അപ്പോൾ അതുകൊണ്ട് ഇനി മുതലുള്ള വീഡിയോസ് കറക്റ്റായിട്ട് കൊണ്ടുവരാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഞാനിപ്പോൾ. പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലർക്കും കണ്ടന്റ് ക്ഷാമം കൊണ്ട്, കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കണ്ടന്റ് ക്ഷാമം കൊണ്ട് അവർക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഫ്രെയിം ഔട്ടായി പറ്റുന്നില്ല. പക്ഷേ എനിക്കങ്ങനെയില്ല. ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. ഇതിൽ ഏതെടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ് അറിയേണ്ടത്. കാരണം ഞാൻ എൻ്റെ മൈൻഡിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഈ മൈൻഡിൽ വെച്ചുകൊണ്ട് വെറുതെ ഇരുന്ന കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങോട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് ചെയ്യാതെ മാത്രമല്ല അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കൺസിസ്റ്റൻസി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഓഫ് എ കണ്ടന്റ് ക്രിയേറ്റർ ജേണി. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ഈ പറയുന്ന ഓഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ ജസ്റ്റ് ഷോയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ എന്താണ് ട്രൈപോഡിൻ്റെ റിമോട്ടാണ്. ഓക്കെ, പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ബിക്കോസ് അതൊരു വലിയ കഥയാണ്. ആ കഥാനായകനും കഥയും ബാക്കി കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും അതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. സംസാരം ആരോഗ്യത്തിന് ഹാനികരമാണ്, എങ്കിലും നമ്മൾ സംസാരിക്കും. കാരണം എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇനി വരുന്ന കണ്ടൻസ് നിങ്ങൾക്കറിയാലോ അല്ലേ, എൻ്റെ ക്യാരക്ടർ, എൻ്റെ മാനറിസം, എൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ അതും കൂടെ നിങ്ങളുടെ ഈ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിന് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ്സ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ കുറേ ദിവസമായി ഇതേ സെയിം ടീഷർട്ട് എടുത്ത് വീഡിയോ ചെയ്യണം. അപ്പം അതിനും ഒരു ചേഞ്ച് വേണമല്ലേ. എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റാക്കാം. സോ നൗ ഞാൻ ഫ്രീ ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ അത്യാവശ്യം നല്ല കണ്ടൻസും ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. ആൻഡ് എന്തൊക്കെയാണ് എൻ്റെ പുതിയ കണ്ടൻസ്, ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ. ബിക്കോസ് ഐ ആം ഓൾവേസ് എ ടാലൻറ്റഡ് ഗൈ. ആൻഡ് സൈനിങ് ഓഫ്. ബൈ ബൈ.